കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലും ബാലതാരമായി മലയാള സിനിമയിലേക്ക് വന്ന താരമാണ് കാവേരി. മലയാളികൾക്കെല്ലാം പ്രിയങ്കരിയായ നടിയാണ് കാവേരി. കണ്ണാൻ തുമ്മി പോരാമോ എന്ന ഗാനത്തിലെ ബാലതാരമായുള്ള കാവേരിയുടെ അഭിനയം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇന്നും മലയാളികൾ ആ ഗാനത്തെയും ആ ബാലതാരത്തെയും ഓർത്തിരിക്കുന്നുണ്ട്. പിന്നീട് ഒരു കുറുമ്പി പെൺകുട്ടിയായി വന്ന സിനിമയായിരുന്നു ഉദ്യാനപാലകൻ. ഈ ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു കാവേരിയുടെ നായകൻ. മമ്മൂക്കയുടെ വീട്ടിലെ റോസാപ്പൂ മോഷ്ടിക്കാൻ വരുന്ന കുറുമ്പിക്കുട്ടിയെയും ആരും മറന്നിട്ടില്ല. അമ്മാനക്കിളി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി പ്രവേശിച്ചു. തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ കലാഭവൻ മണിയുടെ നായികാവേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചമ്പക്കുളത്തച്ഛൻ, ഗുരു, ഉദ്യാനപാലകൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ കാവേരി നായികയായും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് സിനിമകളിലും സജീവമായിരുന്നു. കേരളത്തിലെ തിരുവല്ലയിൽ സ്ഥിരതാമസമാക്കിയ മലയാള കുടുംബത്തിലാണ് കാവേരി ജനിച്ചത്. നടിക്ക് കല്യാണി എന്നൊരു മറ്റൊരു പേരുണ്ട്. അച്ഛൻ മുരളീധരൻ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നു. അമ്മ വീട്ടമ്മയാണ്. മലയാള, തമിഴ് ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ശേഷം നിരവധി മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിലും നായികയായി അഭിനയിച്ചു. അവനി വള്ളിതരു ഇസ്തപദാരു എന്ന ചിത്രത്തിൽ അഭിനയത്തിന് 2002 മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡും മികച്ച നടിക്കുള്ള നന്ദി അവാർഡും ലഭിച്ചു. വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും, സമുദ്രം, അവന് വള്ളിടരു ഇസ്തപദാരു, കബഡി കബഡി, കാസി തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിനും നിരൂപക പ്രശംസയ്ക്കും അവർ ഒരുപക്ഷെ അറിയപ്പെടുന്നു. വ്യത്യസ്ത രീതിയിലുള്ള അഭിനയ മികവിനാണ് അവർ പ്രശംസകൾ ഏറ്റുവാങ്ങിയത്. സിനിമയിൽ സജീവമായി നിൽക്കെ 2010 തെലുങ്ക് ചലച്ചിത്ര സംവിധായകൻ സൂര്യകിരണുമായുള്ള നടിയുടെ വിവാഹം. പേദാബാബു എന്ന ചിത്രത്തിൽ അഭിനയിച്ച നാളിൽ സംവിധായകനായ സൂര്യകിരണുമായി പ്രണയത്തിലാവുകയും ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെ 2005 മെയ് 1 വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ ദാമ്പത്യ പ്രശ്നങ്ങൾ നിമിത്തം ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഇരുവരും പ്രതികരിച്ചിരുന്നില്ല. സൂര്യകിരൺ നടി സുചിതയുടെ ഇളയ സഹോദരനാണ്. അവൾ എന്നെ ഉപേക്ഷിച്ചു പോയി. അതിൻ്റെ തീരുമാനമല്ല. ഞാൻ അവളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. അവളുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ എനിക്കാവില്ല. അവൾ തിരികെ വരാനായി കാത്തിരിക്കുകയാണ്. വികാരിതനായി ഒരിക്കൽ സൂര്യകിരൺ ഇങ്ങനെയാണ് പറഞ്ഞത്. ബിഗ് ബോസ് തെലുങ്ക് വിഭാഗം മത്സരാർത്ഥിയായിരുന്നു സൂര്യകിരൺ. എന്നാൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരുന്നു. നിരവധി TV ഷോകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകരുടെ മനം കവർന്ന നടി കാവേരി സംവിധായികയാവുന്നു എന്ന വാർത്ത വന്നപ്പോൾ ആരാധകർ ഏറെ സന്തോഷിച്ചിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞുപോയി. പിന്നീട് ഇൻഡസ്ട്രിയിലേക്ക് കണ്ടിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തിയിരുന്നു കാവേരി. സംവിധായികയായിട്ടാണ് കാവേരിയുടെ തിരിച്ചുവരവെന്ന് അറിഞ്ഞപ്പോഴാണ് ആരാധകർ ഏറെ സന്തോഷിച്ചത്. സൂപ്പർ താരം തെലുങ്ക് നടൻ ചേതൻ ചീനോ നായകനായി അഭിനയിച്ച ചിത്രമാണ് കാവേരി സംവിധാനം ചെയ്തത്. 2 ഭാഷകളിലായി റിലീസായ ചിത്രം ഒരു റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലറാണ്.